ഫോറിൻ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം കേരള ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഫോറിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസിലും അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൽ പെടുന്നൊരു കാര്യം. അതിന് ഒരു ക്ലാരിറ്റിയോടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ബില്ല് ഗവൺമെൻറ് അവതരിപ്പിച്ചത് 2023 തന്നെയാണ്. ആ ബില്ലനുസരിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള മികച്ച റാങ്കുകളുള്ള ആദ്യത്തെ 500 റാങ്കുകളുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാം. അതുമാത്രമല്ല, ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങുക അത് ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ക്യാമ്പസ് തുടങ്ങാം. 2-3 നിലപാടുകൾ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ കണ്ടു കഴിഞ്ഞു. കാരണം ഫോറിൻ യൂണിവേഴ്സിറ്റി എതിർക്കുന്നു, അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്നത് കേരളത്തിന് ഗുണകരമല്ല എന്ന് പറയുന്ന നിലപാടുകൾ ഞാൻ കണ്ടു. ഈ വിദ്യാർത്ഥി സംഘടനകൾ ഏതൊക്കെ സംഘടനയായാലും അവരെതിർത്താലും ഈ പറയുന്ന ഫോറിൻ യൂണിവേഴ്സിറ്റി വരിക തന്നെ ചെയ്യും. കാരണം സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റികളെ കേരളത്തിലേക്ക് അട്രാക്ട് ചെയ്യാം, കേരളം ആസ് എ ഡെസ്റ്റിനേഷൻ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, നമ്മുടെ ഫീച്ചേഴ്സ്, നമ്മുടെ ഈ സോഷ്യൽ സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റോ നമ്മുടെ വെതറോ അല്ലെങ്കിൽ നമ്മുടെ ടാലൻറ്റ് പൂളോ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പോർട്രേറ്റ് ചെയ്ത് നമ്മളെ അവരെ ഇങ്ങോട്ട് ആകർഷിക്കുകയോ ചെയ്യേണ്ടത്.